കേരളത്തിലെ വയനാടൻ കുന്നുകളില് കോടമഞ്ഞിനിടയിൽ ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ രഹസ്യമുണ്ട്. എന്താണെന്നറിയോ? കല്ലിൽ കൊത്തിയ ആയിരക്കണക്കിനു വർഷം പഴക്കമുള്ള ചില സന്ദേശങ്ങൾ. അതെ, അവ നമ്മളോട് ഒരു കഥ പറയാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവ വെറും ചിത്രങ്ങളല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു താക്കോലാണ്. അപ്പോ എന്തായിരിക്കും 8000 വർഷം പഴക്കമുള്ള ഈ പാറകളെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ആ രഹസ്യം? വാ, നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം ഞാനങ്ങ് വ്യക്തമാക്കാം. നമ്മളെ ഇടയ്ക്കൽ ഗുഹകൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തില് അതൊരു ഗുഹയേ അല്ല. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ്. ആ ചുവരുകൾക്ക് പറയാനുള്ളതാവട്ടെ ഒരു വലിയ സംസ്കാരത്തിന്റെ കഥയും. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത് ഈ സ്ഥലം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിഞ്ഞുകൊണ്ടാണ്. കാരണം ഈ കഥയുടെ ആദ്യത്തെ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഭൂമിശാസ്ത്രം തന്നെയാണ്. അതാണ് രസം. അതിന്റെ പേരിൽ തന്നെയുണ്ട് കേട്ടോ എല്ലാ രഹസ്യവും. ഇടയ്ക്കൽ, അതായത് ഇടയിലുള്ള കല്ല്. ആ പേരെങ്ങനെ വന്നെന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഈ സ്ഥലത്തിന്റെ രൂപീകരണം ശരിക്കും പിടികിട്ടും. സംഭവിച്ചത് വളരെ സിമ്പിളാണ്. ഒരു ഭീമാകാരൻ പാറ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് അടർന്നു വീണു. എന്നിട്ടോ നേരെ താഴെയുണ്ടായിരുന്ന മറ്റൊരു പാറയുടെ വിള്ളലിൽ വന്ന് കൃത്യമായി പതിച്ചു. അതോടെ രണ്ട് പാറകൾക്കിടയിൽ അതൊരു മേൽക്കൂര പോലെയായി. കണ്ടില്ലേ, മനുഷ്യനല്ല, പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അത്ഭുതം, ഒരു സൂപ്പർ അഭയകേന്ദ്ര. അപ്പം നൂറ്റാണ്ടുകളോളം ആരും അറിയാതെ കിടന്ന ഈ സ്ഥലം നമ്മളെപ്പോലുള്ളവരുടെ ശ്രദ്ധയിൽ വരുന്നത് 1894-ലാണ്. ഫ്രെഡ് ഫോസറ്റ് എന്നൊരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ പുള്ളി നായാട്ടിന് പോയപ്പോഴാണ് യാദൃച്ഛികമായി ഈ അത്ഭുതം കാണുന്നത്. അതോടുകൂടിയാണ് ഇടയ്ക്കലിന്റെ വില ലോകം പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. ശരി, ഇനി നമുക്ക് ഈ രഹസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ആ ചുവരുകളിലെ കൊത്തുപണികൾ. അതെ, ഈ കല്ലിൽ കൊത്തിയ ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തെളിവുകൾ. ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഏകദേശം 400ഓളം കൊത്തുപണികളാണ് ഈ പാറ ചുമരുകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഓരോ ചിത്രവും ഓരോ കഥയാണ് പറയുന്നത്. ഇതൊരു ഭയങ്കര വലിയ ക്യാൻവാസ് തന്നെയല്ലേ? അപ്പോ ഈ ചിത്രങ്ങളിലൊക്കെ എന്താ ഉള്ളതെന്നല്ലേ? പലതരം സംഗതികളുണ്ട്. തലപ്പാവ് വെച്ച മനുഷ്യരുടെ രൂപങ്ങൾ, ആന, മയിൽ, അങ്ങനെയുള്ള മൃഗങ്ങൾ, പിന്നെ പലതരം ആയുധങ്ങൾ, ചില ജാമിതീയ രൂപങ്ങൾ. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. ചക്രങ്ങളുള്ള ഒരു വണ്ടിയുടെ ചിത്രം. ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴയ ചിത്രീകരണങ്ങളിലൊന്നാണെന്നാ പറയുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഈ ചിത്രങ്ങളെല്ലാം ഒരേ കാലത്തുള്ളതല്ല. അതാണ് പോയിന്റ്. ഏറ്റവും പഴയ ചിത്രങ്ങൾക്ക് ഏകദേശം 8000 വർഷം വരെ പഴക്കമുണ്ട്. അതായത് നവീന ശിലായുഗത്തിൽ കല്ലുപയോഗിച്ച് കുത്തിയെടുത്തവ. പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഇരുമ്പ് യുഗം വന്നപ്പോൾ ലോഹം വെച്ചും ചിത്രങ്ങൾ വരച്ചു. അതും കഴിഞ്ഞ് ചരിത്ര കാലഘട്ടമായപ്പോൾ ബ്രാഹ്മി, തമിഴ് ലിപികളിലെ എഴുത്തുകളും വന്നു. അപ്പോൾ ഇത് വെറുമൊരു ചിത്രശാലയല്ല, മറിച്ച് കാലം തന്നെ എഴുതിവെച്ച ഒരു ചരിത്ര പുസ്തകമാണ്. എന്നാൽ ഈ 100 കണക്കിന് ചിത്രങ്ങൾക്കിടയിൽ ഒരൊറ്റ ചിത്രം മാത്രം ഈ കഥയെ മുഴുവനായിട്ട് മാറ്റിമറിച്ചു. ആ ചിത്രം നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു വലിയ രഹസ്യത്തിലേക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാണ് ആ ചിത്രം, കഥയിലെ ആ ട്വിസ്റ്റ്. ഗവേഷകർ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്: കുടമേന്തിയ മനുഷ്യൻ. ഒറ്റനോട്ടത്തിൽ സാധാരണ ഒരു ചിത്രം പോലെ തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇടയ്ക്കലിൽ കണ്ട ഈ ചിഹ്നത്തിന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലുണ്ടായിരുന്ന സിന്ധു നദീതട നാഗരികതയുടെ അവരുടെ എഴുത്തിലെ ഒരു ചിഹ്നവുമായിട്ട് എന്താ പറയാ, അവിശ്വസനീയമായ സാമ്യമുണ്ട്. ഇതൊക്കെ വെറും യാദൃച്ഛികമാകുമോ? ഈയൊരൊറ്റ കണ്ടെത്തൽ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചില ചോദ്യങ്ങൾക്കാണ് തുടക്കമിട്ടത്. അതായത്, സിന്ധു നദീതട നാഗരികത തകർന്നപ്പോൾ അവിടത്തെ ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെങ്കിലും, ഇത്രയും ദൂരം താണ്ടി തെക്കേ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാകുമോ? ഇത് വെറുമൊരു ഊഹാപോഹമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഐരാവതം മഹാദേവനെ പോലെയുള്ള വലിയ സിന്ധുലിപി പണ്ഡിതന്മാർ വരെ ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു സുപ്രധാന കണ്ടെത്തൽ എന്നാണ്. ശരിക്കും ഇത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണകളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. ഒരു വശത്ത് നമ്മൾ ഈ ചരിത്ര രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴും ഒരു സങ്കടകരമായ കാര്യമുണ്ട്. മറുവശത്ത് ഈ സന്ദേശങ്ങൾ തന്നെ ഇല്ലാതായി പോകുമോ എന്നുള്ള ഒരു വലിയ ഭീഷണിയുണ്ട്. അപ്പോ
ഈ പൈതൃകത്തെ സംരക്ഷിക്കാൻ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടയ്ക്കലിലെ ഈ കൊത്തുപണികൾക്ക് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഭീഷണികളാണുള്ളത്. ഒന്നാമത്തേത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്, അതായത് കനത്ത മഴയും മണ്ണൊലിപ്പും, പിന്നെ പാറയുടെ വിള്ളലുകളിലൂടെ വളരുന്ന മരങ്ങളുടെ വേരുകളും. ഇവയെല്ലാം പാറയെ പതിയെ പതിയെ ദുർബലമാക്കും. രണ്ടാമത്തേത് അത് നമ്മൾ മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. അടുത്തുള്ള കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള പ്രകമ്പനങ്ങളും പിന്നെ ടൂറിസത്തിന്റെ തിരക്കും ഈ 8000 വർഷം പഴക്കമുള്ള കലയെ ശരിക്കും അപകടത്തിലാക്കുന്നുണ്ട്. ഈ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ അവിടെ ഒരു ദിവസം പ്രവേശിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. കർശനമായ നിയന്ത്രണം. ഒരു ദിവസം വെറും 1920 പേർക്ക് മാത്രം. ഇപ്പോ ഇടയ്ക്കലിന് ഒരു അന്താരാഷ്ട്ര സംരക്ഷണം കിട്ടാൻ വേണ്ടി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാധിച്ചാൽ ഈ ചരിത്രനിധിയുടെ സംരക്ഷണത്തിന് അതൊരു വലിയ സഹായമാകും, തീർച്ച. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾ എത്ര വെയിലും മഴയും കൊണ്ട് കാലത്തെ അതിജീവിച്ചാണ് ഈ സന്ദേശങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ അതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ചരിത്ര പുസ്തകത്തിലെ താളുകൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി വായിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമോ? ആ ഉത്തരവാദിത്തം ശരിക്കും നമ്മുടേതാണ്, അല്ലേ?